ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാ ഫോക്കസ്. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു നാടൻ പയർ ദോശയുമായിട്ടാണ്. അതിനായി നമുക്ക് പയർ ചെടിയിൽ നിന്നും അധികം മൂക്കാത്ത പയറിൻ്റെ ഇല കട്ട് ചെയ്തെടുക്കാം. ഇത് നന്നായി കഴുകി വാരി ചെറുതായി എരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് പയറിലെ തോരൻ റെഡിയാക്കാൻ തേങ്ങയും സവാളയും പച്ചമുളകും ഉപ്പും ആവശ്യമാണ്. തേങ്ങ ചുരണ്ടിയതും സവാളയും പച്ചമുളകും ചെറുതായി എരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും നമ്മൾ ചെറുതായി എരിഞ്ഞു വെച്ച പയറിലയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് തിരുമ്മിക്കൂട്ടി വെക്കാം. നമുക്ക് ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പയറില മിക്സ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് കുറച്ച് വേപ്പില കൂടിയിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് മൂടി വെക്കാം. പയറിലത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ദോശയ്ക്ക് വേണ്ട മാവ് തയ്യാറാക്കാം. അതിനുവേണ്ടി നമുക്ക് ആവശ്യത്തിന് മൈദ മാവും ഉപ്പും വെള്ളവും ചേർത്തൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് വെജിറ്റബിൾ സലാഡ് കൂടി തയ്യാറാക്കി വച്ചിട്ടുണ്ട്. പയറിലെ ദോശ തയ്യാറാക്കുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ സലാഡ് വെച്ചും ഇതുപോലെ ദോശ തയ്യാറാക്കാം. ഇനി നമുക്ക് ദോശ ചൂടാൻ വേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ദോശ തയ്യാറാക്കാം. അതിൻ്റെ നടുക്ക് കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ച പയറിലത്തോരൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് 2 സൈഡിൽ നിന്നും മടക്കി വെക്കാം. നമ്മുടെ ദോശ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് പയറിലത്തോരൻ്റെ പകരം വെജിറ്റബിൾ സലാഡ് ഇട്ടും ദോശ തയ്യാറാക്കാം. ഇതുപോലെ ഞാൻ എല്ലാ ദോശയും തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. Subscribe now and press the bell icon. Never miss an update.